Hi guys, welcome to the continuation of lecture 1. Okay, from the first lecture വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് അതിനെ ഞാൻ രണ്ട് പാർട്ടായിട്ട് എടുക്കുകയാണ് ഫസ്റ്റ്. ബട്ട് അതൊരു ലെക്ചർ വണ്ണിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, അതിന്റെ ടോപ്പിക്സിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക് കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ റീവിസിറ്റ് ചെയ്യാം. ഫൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലെക്ചർ വീഡിയോയിൽ വിൽ ബി മെയിൻലി കോൺസെൻട്രേറ്റിംഗ് ഓൺ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ്. ഓക്കെ, ഏതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ് ഫ്രോം ദിസ് ടോപ്പിക്. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ എന്താണ് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ എന്തിനാണ് ഈ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഈ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് കണ്ടെത്തുന്ന യൂസിങ് സം ടെൻഷൻ ടെസ്റ്റ് ആൻഡ് കംപ്രഷൻ ടെസ്റ്റ് ആണ്. ഓക്കെ, സോ ഇത് ബേസിക്കലി ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് സ്റ്റെപ്പ് മെത്തേഡ് ആണ് ടു ഡിറ്റർമിൻ ദ സ്ട്രെങ്ത് ഓഫ് എ ബാർ ഓർ എ ബീം ഓഫ് എനി മെറ്റീരിയൽ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് മെത്തേഡ്. ടെൻഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കംപ്രഷൻ ടെസ്റ്റ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് മെത്തേഡ് ടു ഡിറ്റർമിൻ ദ സ്ട്രെങ്ത് ഓഫ് എനി മെറ്റീരിയൽ. റൈറ്റ്. അപ്പോൾ സ്ട്രെങ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അതിന്റെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് ഇത്. ഓക്കെ, സോ ഇത് എല്ലാവർക്കും പരിചയമുള്ള ഒരു സാധനമായിരിക്കും. ഇതിപ്പോൾ ഒരുവിധം ബിടെക് പഠിച്ച എല്ലാവരും ഈ ഒരു ലാബിലൂടെ പോയിട്ടുണ്ടാവും. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലുള്ള യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ എല്ലാവരും കടന്നു പോയിട്ടുണ്ടാവും. റൈറ്റ്. സോ ഇതിന്റെ കേസിൽ ഇതിന്റെ പേരാണ് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ ഓർ UTM ഇൻ ഷോർട്ട് പറയും. റൈറ്റ്. അപ്പൊ ഇതില് ഇവിടെ കാണാം, നമുക്കിവിടെ ഒരു സ്പെസിമെൻ, നമുക്ക് ഏത് മെറ്റീരിയലിന്റെ ആണോ സ്ട്രെസ് സ്ട്രെയിൻ കർവ് അല്ലെങ്കിൽ അതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് അറിയേണ്ടത്, അപ്പൊ അതിന്റെ ആ മെറ്റീരിയലിനെ നമ്മൾ ഈ രണ്ട് പോയിന്റ് ഇൻ ബിറ്റ്വീനിൽ ക്ലാമ്പ് ചെയ്യാണ് ചെയ്യുക. റൈറ്റ്. And then we'll apply the force. Okay, opposite directional force apply if you are doing a tension test ഇവിടെയാണ് കൊടുക്കുക. Similarly if you are doing a compression test ആണെങ്കിൽ ഇതിന്റെ ബോട്ടം പോർഷനിലാണ് കംപ്രഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ വെക്കുക. ഓക്കെ, സോ ഈ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ടെൻഷൻ ടെസ്റ്റിന്റെ അറേഞ്ച്മെന്റ് ആണ്. റൈറ്റ്. സോ വി ആർ ഗോയിങ് ടു പ്ലോട്ട് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ എ ടെൻഷൻ ടെസ്റ്റ്. ഓക്കെ, നമുക്ക് സ്പെസിഫിക്കലി ആദ്യം ടെൻഷൻ ടെസ്റ്റിലേക്ക് വരാം. ഓക്കെ, സോ ഇത് ഇവിടെയാണ് മെറ്റീരിയൽ വെച്ചിട്ടുണ്ടാവുക. ആൻഡ് അഗെയിൻ ഇവിടെ ഒരു സ്ട്രെയിൻ ഗേജ് അറ്റാച്ച് ചെയ്യും ടു മെഷർ ദ സ്ട്രെയിൻ ആൻഡ് ദ സ്ട്രെസ് വാല്യൂ ക്യാൻ ബി മെഷർഡ് ഫ്രം ഹിയർ. ഇവിടെ നമ്മൾ ലോഡ് കൊടുക്കും, ക്രോസ് സെക്ഷണൽ ഏരിയാസ് അറിയാം. സോ അതുകൊണ്ട് തന്നെ അത് ബേസ് ചെയ്തിട്ട് ഇനിഷ്യലി ക്രോസ് സെക്ഷണൽ ഏരിയ നമുക്ക് മെഷർ ചെയ്യാം. സോ അത് ബേസ് ചെയ്തിട്ട് ഇവിടെ ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് വാല്യൂ കണ്ടെത്തുകയും ചെയ്യും. ഓക്കെ, സോ ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സോ ഇനീഷ്യലി ഇത് സ്പെസിമെൻ നമുക്ക് തോന്നിയ പോലെ ഒരു സ്പെസിമെൻ എടുത്തിട്ട് അവിടെ വെക്കാൻ കഴിയില്ല. കാരണം ദർ ഇസ് എ സർട്ടൻ സ്റ്റാൻഡേർഡ്സ്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ആണ് ASTM സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ആസ് പെർ യുവർ ASTM സ്റ്റാൻഡേർഡ്സ് യുവർ ഡയമീറ്റർ ഷുഡ് ബി 0.505 ഇഞ്ച് ആൻഡ് ദ ലെങ്ത് ഷുഡ് ബി 2 ഇഞ്ച്. Okay, otherwise there is also a relationship between your diameter and length, which is L is equal to 5.65 times root over area. Okay, area എന്ന് പറയുന്നത് സർക്കുലർ റോഡാണ്, പൈ ബൈ 4 d സ്ക്വയർ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് ഡയമീറ്റർ എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ലെങ്ത് ആൻഡ് ഏരിയ ആണ് ഇത്. ഡയമീറ്റർ ആണെങ്കിൽ പൈ ഇൻറ്റു റൂട്ട് പൈ എന്നുള്ള ഒരു ടേം കൂടെ അവിടെ അഡീഷണൽ ആയിട്ട് വരും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നൗ സോ ഇത്രയാണ് ബേസിക് കാര്യങ്ങൾ. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു പിന്നെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, സോ ഇതാണ് അതിന്റെ കൺസ്ട്രക്ഷൻ ആൻഡ് അതുപോലെ ഇതാണ് അതിന്റെ ബേസിക് വർക്കിംഗ്. ഓക്കെ, നൗ വിൽ സ്റ്റാർട്ട് വിത്ത് മൈൽഡ് സ്റ്റീൽ. നമുക്ക് ഒരു ഡക്ടൈൽ മെറ്റീരിയലിൽ തുടങ്ങാം. ഓക്കെ, സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ എ ഡക്ടൈൽ മെറ്റീരിയൽ. സോ ഇഫ് സപ്പോസ് യു ആർ യൂസിങ് എ ഡക്ടൈൽ മെറ്റീരിയൽ, ഫോർ എക്സാമ്പിൾ ഐ എം യൂസിങ് എ മൈൽഡ് സ്റ്റീൽ MS. ഓക്കെ, സോ ഒരു മൈൽഡ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യുവർ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കർവ് ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവുക. സോ ഇനീഷ്യലി ആദ്യത്തെ ഒരു ഫസ്റ്റ് റേഞ്ചിൽ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അതിനുശേഷം ദർ വിൽ ബി സം വേരിയേഷൻ. ഏതാണ്ട് ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. സോറി, ഓക്കെ, ഫസ്റ്റ് റേഞ്ച് കഴിഞ്ഞാൽ ഓക്കെ ഇത് ഇത്തരത്തിലൊരു കർവായി മാറും. ദെൻ ഇത് ശരിക്കും ഒരു എക്സാജറേറ്റഡ് ഇമേജ് ആണ്. ഓക്കെ, എക്സാജറേറ്റഡ് ഇമേജ് ആണ് ശരിക്കും. ഇതൊക്കെ വളരെ ക്ലോസ് ബൈ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഓക്കെ, സോ ദിസ് ഈസ് എ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഓക്കെ, സോ ഞാനിവിടെ വരക്കുന്നത് നോമിനൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. ഐ ഹോപ്പ് യു നോ വാട്ട് എ നോമിനൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഈസ്. നോമിനൽ
stress strain curve. Okay, ഞാൻ ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്നത് it is nominal stress strain curve or engineering stress strain curve. രണ്ടാമത്തെ പേരാണ് engineering stress strain curve. Okay, engineering stress strain curve. Okay, so എന്ന് വെച്ചാൽ ഞാനിവിടെ കംപ്ലീറ്റ് സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ കേസിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഡയമെൻഷൻ ആണ്. ഇനീഷ്യൽ ഏരിയയും ഇനീഷ്യൽ ലെങ്തും ബേസ് ചെയ്തിട്ട് പ്ലോട്ട് ചെയ്ത ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. Okay, so ഈ stress strain curve തന്നെ there are some important areas which you should know. Okay, let me mark it as first point be O, second A, B, and followed by C, D, E, F and G. Okay, so let these be the some important points. Okay, നമുക്ക് എന്തൊക്കെയാണ് ഓരോ പോയിന്റ്സ് എന്ന് നോക്കാം. Okay, so your point A എന്ന് പറയുന്നത് is actually a proportionality limit. Okay, point A is actually your proportionality limit എന്ന് വെച്ചാൽ up to this point A your stress is directly proportional to strain. Okay, നമുക്ക് ഈ കിട്ടിയ പ്ലോട്ട് നിന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായത് up to A എന്ന് പറയുന്ന പോയിന്റ് your stress is directly proportional to strain. Therefore that point is actually proportionality limit. Okay, so B എന്ന് പറഞ്ഞ പോയിന്റ് ആക്ച്വലി സ്പീക്കിംഗ് ഇത് രണ്ടും വളരെ ക്ലോസ് ബൈ ക്ലോസ് ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കും. പക്ഷെ B നമ്മുടെ സ്പെസിഫിക് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ B is your elastic limit. Okay, so both are different. Elastic limit ആണ് B and A is your proportionality limit. Okay, so എന്ന് വെച്ചാൽ B up to this point the material will show some elastic behavior, but the thing is ഇവിടെ തൊട്ട് ഇവിടെ വരെ ലീനിയർലി ഇലാസ്റ്റിക് അല്ല, അത് ഒരു വാരിയിങ് ആയിട്ടുള്ള ഇലാസ്റ്റിക് കേസാണ് ഇവിടെ ഉണ്ടാവുക അപ് ടു ബി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ അപ് ടു എയിലുള്ള ഏതൊരു പോയിന്റിൽ ഞാൻ ഈ ലോഡ് റിലീസ് ചെയ്യുകയാണെങ്കിലും എ ദാറ്റ് വിൽ റിട്ടേൺ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. ഓക്കെ, പക്ഷെ ഫ്രം ബി ഇഫ് ഐ ലീവ് ദിസ് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ദ മെറ്റീരിയൽ വിൽ റീട്രേസ് ദ പാത്ത് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇത്തരത്തിലൊരു പാത്ത് ആയിരിക്കും ട്രേസ് ചെയ്യുക, ഇത്തരത്തിലൊരു പാസ് ആയിരിക്കും ട്രേസ് ചെയ്യുക. ദാറ്റ് മീൻസ് അത് ടോട്ടൽ അത് ഇനീഷ്യൽ ഒറിജിനൽ അതിലെ കംപ്ലീറ്റ് സ്ട്രെസ് റിലീവ് ആയി കഴിഞ്ഞാൽ പോലും എന്തുണ്ടാവും, ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് സ്ട്രെയിൻ അതിൻ്റെ അകത്തുണ്ടാവും. എന്ന് വെച്ചാൽ ഇനീഷ്യൽ ലെങ്ത്തിനെക്കാളും ഒരു മൈന്യൂട്ട് ഇൻക്രീസ് ഇൻ ലെങ്ത് അതിലുണ്ടാവും. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി കോൾഡ് പെർമനന്റ് സെറ്റ്. Okay, now the next point C is actually called yield point. Okay, yield point ഞാൻ ഇവിടെ തന്നെ മാർക്ക് ചെയ്യാണ്. It is called yield point, C point. And ഇത് C എന്നുള്ളത് upper yield point ആണ്. So U for upper yield point. Now similarly your D എന്ന് പറയുന്നത് it's lower yield point. Okay, a lower yield point, LYP എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്. It represents your lower yield point. Okay, so ഈ yield point വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഫ്രം ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂ. Okay, so mostly ductile materialsന്റെ ഡിസൈൻ ലോഡ് എന്ന് പറയുന്നത് ഏതൊരു ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ കേസിൽ അതിന്റെ ഡിസൈൻ ലോഡ് എന്ന് പറയുന്നത് അതിന്റെ yield ലോഡാണ് അല്ലെ, design load. Okay, and normally we'll be using the lower yield point for most of the calculations. Okay, lower yield point value, because the lower yield point value എന്ന് പറയുന്നത് normally it is ഇതിന്റെ dimensional parameter ആയിട്ട് it is less affected. അതുകൊണ്ടാണ് lower yield point നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. And these two are some of the questions that we have given in the initial video. Okay, first starting വീഡിയോയിൽ തന്നെ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസറും ഇതിലൂടെ തന്നെ ഉണ്ട്. Okay, now so ഇത് ഇതേപോലെ തന്നെ ഈ എന്നുള്ള പോയിന്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് വരും. Now the point F is called ultimate point. Okay, ultimate point and ആ പോയിന്റിലുള്ള സ്ട്രെസ്സിനാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുക. സിമിലർലി യുവർ പോയിന്റ് G is the fracture point or rupture point. Okay, so ഇത്രയാണ് നമ്മൾ ബേസിക് സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് വാല്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ yield പോയിന്റിൽ വരുന്ന സ്ട്രെസ്സിനാണ് നമ്മൾ yield സ്ട്രെസ് എന്ന് പറയാം. ഓക്കെ, സോ ഡിസൈൻ ലോഡല്ല ഡിസൈൻ സ്ട്രെസ്. ഓക്കെ, ഡിസൈൻ കേസിൽ ഡിസൈൻ സ്ട്രെസ്. ഓക്കെ, ഓക്കെ, സോ yield സ്ട്രെസ്സിനാണ് നമ്മൾ ഡിസൈൻ സ്ട്രെസ് എന്ന് പറയുക when it comes to a ductile material. Okay, design stress or yield stress. Okay, so yield stress is your design stress for a ductile material. Okay, right, any so corresponding to ultimate point ൽ വരുന്ന സ്ട്രെസ്സിനാണ് നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയാം. അതുപോലെ ഫ്രാക്ചർ പോയിന്റിൽ വരുന്നതാണ് ഫ്രാക്ചർ സ്ട്രെസ് അല്ലെങ്കിൽ റപ്ചർ സ്ട്രെസ് എന്ന് പറയാം. റൈറ്റ്, നൗ സോ ഈ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവിനെ നമുക്ക് ഡിഫറെന്റ് റീജിയൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. Okay, as so here points are actually close by close points are. So the first region from O to C it comes within
യുവർ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെ. സോ ഇവിടെ നമ്മുടെ അപ് ടു ബി എന്നുള്ള പോയിന്റ് വരെ അതൊരു ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് റീജിയൻ ആണ്. ഇത് രണ്ടും ക്ലോസ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സോ യു ക്യാൻ ഡിഫൈൻ ഫ്രം O to this point, ഇതിനെ ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറയും. ഓക്കെ, സോ ദിസ് റീജിയൻ ഈസ് കോൾഡ് ഇലാസ്റ്റിക് റീജിയൻ. ഓക്കെ, സോ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ആണ് ഈ ഒരു റീജിയനിൽ കാണിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് റീജിയൻ ദാറ്റ് ഇസ് ഫ്രം D to E എന്ന് പറയുന്ന റീജിയനെ നമ്മൾ പിന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ സ്ട്രെസ് ഒന്നും ഇല്ലെങ്കിൽ നല്ല കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെയിൻ അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ദിസ് റീജിയൻ ഈസ് കോൾഡ് പ്ലാസ്റ്റിക് റീജിയൻ. പ്ലാസ്റ്റിക് റീജിയൻ. ഓക്കെ, now this region E to F എന്ന് പറയുന്ന region is actually called strain hardening region. Okay, strain hardening region. Strain hardening region. And the last strain is called a necking region എന്ന് ചില കേസുകളിൽ പറയാറുണ്ട്, അല്ലെങ്കിൽ strain loosening region എന്നും പറയും. Loosening region or necking region. or necking region. Okay, so basically complete stress strain curve mild steel നമുക്ക് ഇത്തരം 4 regions ആയിട്ട് തരംതിരിക്കാം. ഒന്ന് ഇലാസ്റ്റിക് റീജിയൻ ആണ്, രണ്ടാമത് പ്ലാസ്റ്റിക് റീജിയൻ ആണ്, പിന്നെ സ്ട്രെയിൻ ഹാർഡൻഡ് റീജിയൻ ആണ്, പിന്നെ അതുപോലെ സ്ട്രെയിൻ ലൂസൻഡ് റീജിയൻ ആണ്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ മെയിൻ റീജിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന നമ്മുടെ മെറ്റീരിയൽ പോയിന്റ് ഓഫ് വ്യൂല് നോക്കാം. ഓക്കെ, സോ ഇനീഷ്യലി ഞാൻ ഇവിടെ ലോഡ് കൊടുക്കുന്നു. അപ് ടു എ എന്നുള്ള പോയിന്റ് വരെ ഞാൻ ലോഡ് കൊടുത്ത് റിലീസ് ചെയ്യണമെങ്കിൽ അത് റീട്രേസ് ചെയ്യും അതിന്റെ പാത്ത് അപ് ടു ഒറിജിൻ ഓയിലേക്ക്. ഓക്കെ, സോ എ എന്ന് ബിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ വിട്ട് കഴിഞ്ഞാൽ തിരികെ ഓൾമോസ്റ്റ് അടുത്ത് വരെ എത്തും, ബട്ട് വോണ്ട് റീച്ച് ദ ഒറിജിനൽ പോയിന്റ്. കാരണം എന്താ വെച്ചാൽ അതിലൊരു ഇനീഷ്യൽ സ്ട്രെയിൻ അതിന്റെ അകത്ത് സെറ്റായി വരും. അതിനാണ് പെർമനന്റ് സെറ്റ് എന്ന് പറയാം. ഓക്കെ, നോ അതിനുശേഷം വീണ്ടും നമ്മൾ പോവുകയാണെങ്കിൽ എന്തായി, പിന്നെ ഒരു അപ്പർ ഈൽഡ് പോയിന്റിലെത്തി. പിന്നെ അതിനുശേഷം എന്ന് വെച്ചാൽ ചെറിയൊരു ലോഡ് കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു സ്ട്രെയിൻ കിട്ടുന്ന ഒരു റീജിയൻ വരും. അതിനാണ് പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറയാം. ഓക്കെ, ഇനി അങ്ങനെ വീണ്ടും നമ്മൾ ലോഡ് കൊടുത്ത് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ മെറ്റീരിയൽ പതുക്കെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ മെറ്റീരിയൽ ഇതുപോലെ ഒരു റീജിയൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ അവിടെ ഒരു കൺസ്ട്രിക്റ്റ് ആയിട്ട് വരും. ഓക്കെ, സെൻട്രൽ പോർഷനിൽ റൈറ്റ്. സോ അങ്ങനെ ആസ് യു ക്യാൻ സി ഇത്തരത്തിലൊരു കൺസ്ട്രക്ഷൻ വരും. ഓക്കെ, സോ വീണ്ടും നമ്മൾ ലോഡ് അപ്ലൈ ആണെങ്കിൽ ഫ്രം ദിസ് പോയിന്റ് ഓക്കെ അൾട്ടിമേറ്റ് പോയിന്റ് എത്തുമ്പോഴാണ് ഇവിടെ നെക്കിങ് സംഭവിക്കുക. ഇത്തരത്തിലുള്ള ചെറിയ നെക്ക് ഫോർമേഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് ഇവിടെ പിന്നെ ക്രാക്സ് ജനറേറ്റ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, സോ ലൂഡർ ലൈൻസ് എന്ന് പറയും. ഓക്കെ, ലൂഡർ ലൈൻസ് ഫോർമേഷൻ വിൽ സ്റ്റാർട്ട്. ഓക്കെ, ലൂഡർ ലൈൻസ് എന്ന് പറയുന്നത് മൈന്യൂട്ട് ക്രാക്സ് ആണ്. മെറ്റീരിയലിന്റെ അകത്ത് ഉണ്ടാകുന്ന മൈന്യൂട്ട് ക്രാക്സിനാണ് നമ്മൾ ലൂഡർ ലൈൻസ് എന്ന് പറയും. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ ദ അൾട്ടിമേറ്റ് പോയിന്റ് എത്തുന്നതിന് ശേഷമാണ് ഈ ലൂഡർ പോയിന്റ്സ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ദെൻ ദിസ് വിൽ കണ്ടിന്യൂ. ആൻഡ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഒരു ക്രാക്ക് ഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനി മൊമെന്റ് ഇറ്റ് ക്യാൻ ഫീൽ. ഓക്കെ, അവിടെ ഫെയിലിയർ സംഭവിക്കും. ഓക്കെ, ആൻഡ് ദ വെരി ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ വെൻ ഇറ്റ് കംസ് ടു യുവർ മൈൽഡ് സ്റ്റീൽ ഇസ് ദാറ്റ് ഈ ഒരു ബ്രേക്കിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ ദ മെറ്റീരിയൽ വിൽ ബ്രേക്ക് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇതിന്റെ ബ്രേക്കേജ് സംഭവിച്ചു കഴിയുമ്പോൾ ഇത്തരത്തിലുണ്ടാവുക. സോ ഒരു പോർഷനിൽ അതിന്റെ എൻഡ് പോയിന്റ് ഒരു കപ്പ് ഫോർമേഷനിലായിരിക്കും ഉണ്ടാവുക. സിമിലർലി രണ്ടാമത്തെ പോർഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊരു കോൺ ഫോർമേഷനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഇത്തരത്തിലാണ് രണ്ട് പാർട്ടെങ്കിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ മെറ്റീരിയൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സോ ഇവിടെ ഒരു കപ്പ് ഫോർമേഷൻ ഉണ്ടാവും, രണ്ടാമത്തെ റീജിയനിൽ ഒരു കോൺ ഫോർമേഷൻ ഉണ്ടാവും. സോ ദ ബ്രേക്കിംഗ് particularly seen for ductile material. Okay, ductile material മൈൽഡ് സ്റ്റീലിന്റെ കേസിൽ ഇത്തരം ഒരു പ്രതിഭാസം കാണാം. ഓക്കെ, സോ നോർമലി ഏത് ഡക്ടൈൽ മെറ്റീരിയൽ എടുത്തു കഴിയുമ്പോഴും നമുക്ക് അതിന്റെ ബ്രേക്കിംഗ് കാണുന്നത് ഒരു കപ്പ് ആൻഡ് കോൺ ഫോർമേഷനിലേക്ക് ആയിരിക്കും. ഓക്കെ, റൈറ്റ്. സോ ഇത്തരം ഒരു ഫോർമേഷൻ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ആക്ച്വലി ബ്രേക്കിംഗ് അറ്റ് 45 ഡിഗ്രി. സോ ഇവിടെ ബ്രേക്കേജ് സംഭവിക്കുന്നത് is happening at 45 degree angle. Okay, so why 45 degree എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the breakage is actually happening at maximum shear plane ലാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ the breakage is happening due to maximum shear stress. Okay, so ductile മെറ്റീരിയലിന്റെ കേസിൽ it cannot withstand ഷിയറിംഗ് സ്ട്രെസ്. അത് നോർമൽ സ്ട്രെസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, പക്ഷെ ഷിയറിംഗ് സ്ട്രെസ് അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് 45 ഡിഗ്രിയിലാണ്. അതുകൊണ്ട് ഡ്യൂ ടു ദിസ് 45 ഡിഗ്രി അല്ലെങ്കിൽ മാക്സിമം ഷിയർ സ്ട്രെസ് കൊണ്ടാണ് ഇത് ഫെയിൽ ആവുന്നത്. ആൻഡ് ദാറ്റ് ഫെയിലിയർ ഹാപ്പൻസ് അറ്റ് 45 ഡിഗ്രി. ഇത് കണക്റ്റഡ് ആണ്. മാക്സിമം ഷിയർ സ്ട്രെസ് ആണ് ഇവിടെ ഫെയിലിയർ റെസ്പോൺസിബിൾ ഫാക്ടർ. ഓക്കെ, അത് ആക്ട് ചെയ്യുന്നത് 45 ഡിഗ്രിയിലാണ്. ആൻഡ് therefore the breakage is happening at 45 ഡിഗ്രി. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു കപ്പ് ആൻഡ് കോൺ ഫോർമേഷൻ ഉണ്ടാവും.
ഓക്കെ, റൈറ്റ്. സോ ഇത്തരമാണ് ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ ഫെയിലിയർ സംഭവിക്കുക. റൈറ്റ്. നൗ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇതേപോലെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ എ ബ്രിട്ടിൽ മെറ്റീരിയലും ഇതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവിന് ഇവിടെ തീരുന്നില്ല, ഇനിയും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇൻ ടേംസ് ഓഫ് സ്ട്രെയിൻ എനർജി. നമുക്കത് സ്ട്രെയിൻ എനർജി എന്നുള്ള ടോപ്പിക് പറയുന്ന സമയത്ത് അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഒരു കാര്യം മാത്രം പറയാം. ദ ഏരിയ ഓഫ് ദി സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ ഏരിയ ഓഫ് ദി സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി ദ ടഫ്നെസ്. ഓക്കെ, മെറ്റീരിയലിന്റെ ടഫ്നെസ് ആണ് ഏരിയ ഓഫ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. അതാണ് നമ്മൾ ലാബില് ഇമ്പാക്ട് ടെസ്റ്റിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ഇമ്പാക്ട് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും മെറ്റീരിയലിന്റെ ടഫ്നെസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് സ്ട്രെയിൻ എനർജി എന്നുള്ള കൺസെപ്റ്റ് പറയുന്ന സമയത്ത് അവിടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വീണ്ടും ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ ഏരിയ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറയും. ഓക്കെ, സോ ഒരുപാട് കൺസെപ്റ്റുകൾ വരും. ടഫ്നെസ്, അതുപോലെ മോഡുലസ് ഓഫ് റെസിലിയൻസ്, പ്രൂഫ് റെസിലിയൻസ് എന്താണെന്നൊക്കെ, ഇതെല്ലാം കണക്റ്റഡ് ടു ദിസ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. ഓക്കെ, സോ വി വിൽ സീ ദാറ്റ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, ഇൻ ലേറ്റർ സെഷൻസ് നമുക്ക് കാണാം. ഓക്കെ, ഓക്കെ, സോ ഇതാണ് ബേസിക് സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. റൈറ്റ്. നൗ ഇതേ കാര്യം നമുക്ക് ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ കേസിൽ എങ്ങനെയായിരിക്കും നോക്കാം. ഓക്കെ, സോ നമുക്ക് ബ്രിട്ടിൽ മെറ്റീരിയൽസിലേക്ക് വരാം. ബ്രിട്ടിൽ മെറ്റീരിയൽ, ഓക്കെ, ലൈക്ക് കാസ്റ്റ് അയൺ. ഓക്കെ, സോ കാസ്റ്റ് അയൺ എല്ലാം കേസിൽ നമുക്ക് ഇതേ കാര്യം തന്നെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എടുക്കുകയാണെങ്കിൽ അലോങ് എക്സ് ആക്സിസ് സ്ട്രെയിനും അലോങ് വൈ ആക്സിസ് സ്ട്രെസ്സും എടുക്കുകയാണെങ്കിൽ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കർവ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ കേസിൽ നമുക്ക് കാണുന്ന ഒരു കർവ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഇറ്റ് വിൽ ബ്രേക്ക്. ഓക്കെ, ഡയറക്ട്ലി ഇറ്റ് വിൽ ബ്രേക്ക്. സോ ഇതൊക്കെ വളരെ ക്ലോസ് ടു ഇതായിരിക്കും ഉണ്ടാവുക. റൈറ്റ്. പക്ഷേ നമുക്ക് ഇവിടെ ആക്ച്വൽ കേസിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ കേസ് നമുക്കറിയാം. നമുക്കിപ്പോൾ ഒരു ചോക്ക് ഒരു നല്ലൊരു ബ്രിട്ടിൽ മെറ്റീരിയലാണ്. നമുക്ക് അതിനെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ അതങ്ങ് ബ്രേക്ക് ആകുമ്പോൾ രണ്ട് പീസസ് ആയിട്ട് അങ്ങ് ബ്രേക്ക് ആയിട്ട് പോവുകയാണ് ചെയ്യുക. കറക്റ്റ്. സോ അതിന്റെ കേസിൽ ഈൽഡ് പോയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. റൈറ്റ്. അത് അടുത്ത മൊമെന്റ് അത് ഫെയിൽ ആണ്. ലോഡ് വന്ന് ഒരു പെർട്ടിക്കുലർ മൊമെന്റ് എത്തുമ്പോൾ ക്രാക്ക് ജനറേറ്റ് ചെയ്യുന്ന വെരി നെക്സ്റ്റ് മൊമെന്റ് ഇറ്റ് വിൽ ഫെയിൽ. ഓക്കെ, അപ്പൊ ഇതിനൊന്നും ഈൽഡ് പോയിന്റ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഫോർ ദ സേക്ക് ഓഫ് അനാലിസിസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു പോയിന്റ് നോട്ട് ടു പെർസെൻറ്റേജ് എടുക്കും. ഓക്കെ, ആൻഡ് വിൽ ഡ്രോ എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ദിസ് വൺ ആൻഡ് ദ പോയിന്റ് വേർ ഇറ്റ് മീറ്റ്സ് ഇസ് ടേക്കൺ ആസ് ദ ഈൽഡ് പോയിന്റ്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ അത്തരത്തിലൊരു കൺസെപ്റ്റ് നമ്മൾ നോർമൽ കേസിലൊന്നും യൂസ് ചെയ്യില്ല. കാരണം ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ കേസിൽ അതിന്റെ ഡിസൈൻ സ്ട്രെസ് എന്ന് പറയുന്നത്, ഓക്കെ, ഡിസൈൻ സ്ട്രെസ് എന്ന് പറയുന്നത് അതിന്റെ അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ്. ഓക്കെ, അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ്. ഓക്കെ, സോ ഈ മെത്തേഡ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ കേസ് തന്നെയാണ്. ഡക്റ്റൈൽ അലുമിനിയം പോലത്തെ മെറ്റീരിയലിന്റെ കേസിലും വലിയൊരു ഈൽഡിങ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അലുമിനിയം പോലത്തെ മെറ്റീരിയൽസിന്റെ കേസിൽ അതിന്റെ ഈൽഡ് പോയിന്റ് കണ്ടെത്താനാണ് കൂടുതലും ഇത്തരത്തിലൊരു മെത്തേഡ് പൊതുവെ യൂസ് ചെയ്യാറ്. ഓക്കെ, സോ ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ കേസിൽ ദ കർവ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. ദർ ഇസ് നോ ഈൽഡ് പോയിന്റ് ഓർ അതർ തിങ്സ്. ഡയറക്ട്ലി ദിസ് ഈസ് ദ റപ്ചർ പോയിന്റ്. Rupture. Okay, and the design stress is purely based on the ultimate stress. Okay, ultimate point അല്ലെങ്കിൽ ultimate stress ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പിന്നെ എന്താ പറയുക ഡിസൈൻ സ്ട്രെസ് എടുക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ബേസിക് കാര്യം. ഓക്കെ, വെൻ ഇറ്റ് കംസ് ടു യുവർ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഓക്കെ, ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബേസ്ഡ് ഓൺ ദിസ് റീജിയൻ കൺസെപ്റ്റ്. ഓക്കെ, ഞാനിവിടെ പറഞ്ഞു നമുക്ക് 4 റീജിയൻസ് ഉണ്ട്. ഇലാസ്റ്റിക് റീജിയൻ, പ്ലാസ്റ്റിക് റീജിയൻ, സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻ, സ്ട്രെയിൻ ലൂസനിങ് റീജിയൻ എന്നൊക്കെ പറഞ്ഞു അല്ലെ. സോ ഈ റീജിയൻ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്സ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ആസ്ക് യു ടു ഡ്രോ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ എ ലീനിയർലി ഇലാസ്റ്റിക് മെറ്റീരിയൽ. ഓക്കെ, ലീനിയർലി ഇലാസ്റ്റിക് മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണെങ്കിൽ സോ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ് അല്ലെ. സ്ട്രെസ് ആണ്, സ്ട്രെയിൻ ആണ്, ലീനിയർലി ഇലാസ്റ്റിക് ആണ്. എന്ന് വെച്ചാൽ എന്താ, ഇലാസ്റ്റിക് റീജിയൻ മാത്രമേ ഇതിന്റെ കേസിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. സോ ദിസ് ഈസ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ എ ലീനിയർലി ഇലാസ്റ്റിക് മെറ്റീരിയൽ. Similarly, if you are asked to draw for an elastic plastic material, ഇലാസ്റ്റിക് പ്ലാസ്റ്റിക് ആണെങ്കിൽ എങ്ങനെ വരും? ഇലാസ്റ്റിക് റീജിയൻ ഉണ്ടാവും എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് റീജിയൻ വരും, പിന്നെന്ത് വരും, രണ്ടാമത് പ്ലാസ്റ്റിക് ആണ് വരും. ഓക്കെ, പാരലൽ ആയിരിക്കും സ്ട്രെസ് സ്ട്രെയിൻ, ഇലാസ്റ്റിക് പ്ലാസ്റ്റിക്. ഓക്കെ, തേർഡ് വൺ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ആണെങ്കിൽ, ഓക്കെ, ഇഫ് ദ മെറ്റീരിയൽ ഇസ് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക്,
പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ആണെങ്കിൽ യുവർ മെറ്റീരിയൽ വിൽ ബി പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ആണെങ്കിൽ എന്താണ് അതിൽ ഇലാസ്റ്റിക് റീജിയൻ ഒന്നുമില്ല, ഡയറക്റ്റ് പ്ലാസ്റ്റിക് ആണ്. സോ യുവർ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം ഇലാസ്റ്റോ പ്ലാസ്റ്റിക് വിത്ത് സ്ട്രെയിൻ ഹാർഡനിങ് ചോദിക്കാം. ഇലാസ്റ്റോ പ്ലാസ്റ്റിക് വിത്ത് സ്ട്രെയിൻ ഹാർഡനിങ്. സോ അത്തരത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ ഇലാസ്റ്റോ പ്ലാസ്റ്റിക് വിത്ത് സ്ട്രെയിൻ ഹാർഡനിങ് ആണെങ്കിൽ നമുക്ക് സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻ നോക്കണം. ഹാർഡനിങ് ആണെങ്കിൽ സോ യുവർ curve will be something like this. Elastic region, strain hardening region. Okay, elastoplastic with strain hardening. Okay, similarly if you are asked to draw the stress strain curve for an ideal rigid body. Okay, ideal rigid body. Ideal rigid body stress strain curve എടുക്കുകയാണെങ്കിൽ it will be ഐഡിയൽ റിജിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്താലും അതിൽ സ്ട്രെയിൻ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെ. നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കുമ്പോഴും നമ്മൾ ഫോഴ്സ് കൂടി വരുമ്പോഴും സ്ട്രെയിൻ സീറോ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ അലോങ് ദ വൈ ആക്സിസ്. സിമിലർലി അതേ കൺസെപ്റ്റ് തന്നെ നമുക്ക് ഐഡിയൽ പ്ലാസ്റ്റിക്കിന് എടുക്കാം. ഐഡിയൽ പ്ലാസ്റ്റിക്കിന്റെ കേസിൽ പ്ലാസ്റ്റിക്കിന്റെ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ലോഡ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എന്തുണ്ടാവണം, ഡീഫോർമേഷൻ ജസ്റ്റ് ഒരു ഇനീസിയേഷൻ മാത്രം കൊടുത്താൽ തന്നെ എന്തുണ്ടാവണം, സ്ട്രെയിൻ അങ്ങനെ കൂടി പോകണം. ഓക്കെ, സോ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ അലോങ് ദ എക്സ് ആക്സിസ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യത്തെ വീഡിയോയിലെ ഫസ്റ്റ് പേജിൽ നമ്മൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഈ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ, റൈറ്റ്? ഓക്കെ, നൗ സോ നമുക്ക് എങ്ങനെയാണ് ഒരു ഡക്റ്റൈലിനും പിന്നെ ഒരു ബ്രിട്ടിൽ മെറ്റീരിയലിനും നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളൊരു ചോദ്യമുണ്ട്, റൈറ്റ്? സോ നമുക്ക് അറിയാം നമ്മളൊരു പിന്നെ ലോഡ് കൊടുക്കുന്ന സമയത്ത് ഇഫ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഒരു ചെറിയൊരു ലോഡ് കൊടുക്കുന്ന തന്നെ വലിഞ്ഞു പോകുന്ന ടൈപ്പ് മെറ്റീരിയൽസിനാണ് നമ്മൾ എപ്പോഴും ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറയാം. ഓക്കെ, പക്ഷെ ടെക്നിക്കലി യു നീഡ് ടു ഡിഫൈൻ. ഓക്കെ, സോ ഡക്റ്റൈൽ മെറ്റീരിയലിനെ ടെക്നിക്കലി നമുക്ക് ഇങ്ങനെ പറയാം, മെറ്റീരിയൽ is one in which the post elastic strain is greater than 5%. Okay, where post elastic strain if it is greater than 5%, the material is ductile material. Okay, if the post elastic strain is less than 5%, then it is a brittle material. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, റൈറ്റ്? ഓക്കെ, നൗ സിമിലർലി ഒരു കാര്യം ഞാനിവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്താ വെച്ചാൽ ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ ഫെയിലിയർ ആണ്. ഓക്കെ, സോ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു ചോക്ക് എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും നോർമൽ ഫോഴ്സ് ഞാൻ ഒരു ചോക്കിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഒരു ചോക്കിന്റെ രണ്ട് സൈഡിൽ ഞാൻ പിടിച്ച് വലിക്കുകയാണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ കാസ്റ്റ് ആയുള്ള നമുക്ക് യൂട്യൂബിൽ വെച്ചിട്ട് വലിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഫീൽ സംതിങ് ലൈക്ക് ദിസ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് പാർട്ട്, ഇതാണ് എൻ്റെ സെക്കൻഡ് പാർട്ട്. ഓക്കെ, സോ എക്സാക്ട് ആയിട്ട് രണ്ട് പീസ് ആയിട്ട് എനിക്ക് കിട്ടും. ഇതുപോലെ ഒരു കപ്പ് ആൻഡ് ബോൺ ഫോർമേഷൻ ആയിരിക്കില്ല ഒരു ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ കേസിൽ വരിക. കാരണം എന്ന് വെച്ചാൽ ദ ബ്രിട്ടിൽ മെറ്റീരിയൽ ഈസ് ആക്ച്വലി ഫെയിലിംഗ് along the due to the normal stress. Okay, ഇവിടെ failure is along normal plane. Okay, failure is along normal plane due to normal stress. Okay, normal stress. ഓക്കെ, സോ ഒരു ബ്രിട്ടിൽ മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഷിയറിംഗ് സ്ട്രെസ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് നോർമൽ സ്ട്രെസ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നോർമൽ സ്ട്രെസ് ഒരു പരിധിയിൽ കൂടുതലാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ ഫെയിൽ. ഓക്കെ, എങ്ങനെ ഫെയിൽ ആവും, നോർമൽ പ്ലെയിനിലൂടെ ഫെയിൽ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 90 ഡിഗ്രി അല്ലെങ്കിൽ കറക്റ്റ് സർഫസ് ഫോം ചെയ്തിട്ടാണ് ബ്രിട്ടിൽ മെറ്റീരിയൽ ഫെയിൽ ആവുന്നത്. ഓക്കെ, 90 ഡിഗ്രി പ്ലെയിൻസിലാണ് അതിന്റെ ഫെയിലിയർ സംഭവിക്കുക. ഓക്കെ, സോ ഇത്രയാണ് ഒരു ബേസിക് കാര്യം. വെൻ ഇറ്റ് കംസ് ടു സ്ട്രെസ് സ്ട്രെയിൻ കർവിനെ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, മിനിമം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം to solve different multiple level questions. Okay, so thank you. So based on this one we'll also see the different questions. Okay, just on quick ആയിട്ട് ആ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം, അതിനുശേഷം നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യത്തെ രണ്ട് വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള
questions നമുക്ക് നോക്കാം. So here the first question എന്ന് പറയുന്നത് എന്താ? The stress at a point is a. Okay. So നമുക്ക് ഇപ്പോൾ അറിയാം എന്താണ് സ്ട്രെസ് അറ്റ് എ പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എനിക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയണം, അതിന്റെ പ്ലെയിൻ അറിയണം, അതിന്റെ ഡയറക്ഷൻ അറിയണം. Therefore it's a tensor quantity. ഓക്കെ, അതുപോലെ സ്ട്രക്ട് ഈസ് എ മെമ്പർ. ഓക്കെ, ഇനി ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. സ്ട്രക്ട് എന്ന് പറയുന്നത് ഏതൊരു മെമ്പർ, ഒരു സ്മോൾ മെമ്പർ ഇവര് സബ്ജക്ട് ടു കംപ്രഷൻ. ഓക്കെ, കംപ്രസീവ് ലോഡ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പില്ലേഴ്സിന്റെ ഒക്കെ കേസിലാണ് ഈ സ്ട്രക്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരിക. ഓക്കെ, സോ ഇത് വെൻ സബ്ജക്ട് ടു കംപ്രഷൻ, ആക്സിയൽ കംപ്രഷൻ വരുന്ന കേസിനാണ് സ്ട്രക്ട് എന്ന് പറയുക. ഓക്കെ, now shear strain, we have seen this topic, is defined as, okay, there are different options. Rate of change of angle ആണോ, change in angle between two planes ആണോ, ചേഞ്ച് ഇൻ ആംഗിൾ ബിറ്റ്വീൻ പ്ലെയിൻസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ആണോ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെ θ1 + θ2 എന്നുള്ള ഫോമുലാണ് എടുക്കുന്നത് അല്ലെ. സോ ഇറ്റ് ഇസ് ആക്ച്വലി ദ ചേഞ്ച് ഇൻ ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻസ് അറ്റ് റൈറ്റ് ആംഗിൾസ്, റൈറ്റ്. സോ ഷിയർ സ്ട്രെയിൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻസ് അറ്റ് റൈറ്റ് ആംഗിൾസ്. Okay, so the next one, the property of a material by which it can be beaten or rolled into plates. Okay, so there are different properties. Plasticity റെസ്പോൺസിബിൾ ആയിട്ട് ഒരു ഫാക്ടർ ആണ്. അതേപോലെ ഡക്ടിലിറ്റി ആണെങ്കിൽ തിൻ വയർ ഡ്രോ ചെയ്യുന്ന പ്രോപ്പർട്ടി ആണ് അല്ലെ, ഡക്ടിലിറ്റി എന്ന് പറയുന്നത്, റൈറ്റ്. തിൻ വയേഴ്സ് ഡ്രോയിങ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഡക്ടിലിറ്റി. ഇലാസ്റ്റിറ്റി നമുക്കറിയാം എന്താണ് അതിന്റെ റീഗെയിൻ, അതിന്റെ പിന്നെ ഇനീഷ്യൽ ഷേപ്പ് റീഗെയിൻ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വളരെ ചെറിയൊരു സ്ട്രെസ് അല്ലെങ്കിൽ ചെറിയൊരു ഫോഴ്സിൽ തന്നെ കണ്ടിന്യൂസ് ഡീഫോർമേഷൻ ഉണ്ടാകുന്ന പ്രോപ്പർട്ടിയാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. മാലബിലിറ്റി എന്ന് പറയുന്നത് തിൻ ഷീറ്റ്സ് ആയിട്ട് ബീറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. സോ ദിസ് ഈസ് യുവർ ആൻസർ. Okay, now which of the following is the nominal stress strain curve for mild steel? Okay, so you can see your nominal stress strain curve, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും nominal stress strain curve is this one അല്ലെ, ഇതാണ് നമ്മൾ ഓൾറെഡി കണ്ടു. കറക്റ്റ്. nominal stress strain curve എന്ന് പറയുന്നത് എന്താണ്? എഞ്ചിനീയറിംഗ് stress strain curve ആണ്. So this one is your answer, engineering stress strain curve അല്ലെങ്കിൽ nominal stress strain curve. So ഇത് true stress strain curve ആണ്, ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. ഓക്കെ, സോ ഈ ഒരു കാര്യം ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതുകൂടെ പറയാം. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതേ കേസിൽ നമ്മൾ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവ് കൊണ്ടുവരാണെങ്കിൽ സോ ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും സെയിം ആയിട്ടാണ് വരിക, പക്ഷെ ഈ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് മാറുക. ദ കർവ് വിൽ ഗോ സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ യുവർ അൾട്ടിമേറ്റ് പോയിന്റ് വിൽ ബി ഹിയർ ആൻഡ് ദ റപ്ചർ പോയിന്റ് വിൽ ബി ഹിയർ. ആക്ച്വൽ പോയിന്റ്സ് എടുത്ത് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലായിരിക്കും നമ്മുടെ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരിക. ഓക്കെ, സോ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ കേസിൽ ഇത് ഇങ്ങനെ ഒരു ഇൻക്രീസിങ് രീതിയിലായിരിക്കും പോവുക. അതേപോലെ നോമിനൽ സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ കേസിൽ ഇതൊരു ഡിക്രീസിങ് ഫോമാണ് ഉണ്ടാവുക. ഓക്കെ, സോ അതാണ് നമ്മൾ അവിടെ കണ്ട ക്വസ്റ്റ്യനും. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. സോ therefore your nominal stress strain curve is this one. ഇതാണ് ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഇനി ഇതെന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇതെന്താ? ഇലാസ്റ്റോ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് അല്ലെ, ഇലാസ്റ്റോ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് ഇത്. സിമിലർലി ഇത് ഇലാസ്റ്റിക് സ്ട്രെയിൻ ഹാർഡൻഡ് മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇലാസ്റ്റോപ്ലാസ്റ്റിക് സ്ട്രെയിൻ ഹാർഡൻഡ് മെറ്റീരിയൽ. കറക്റ്റ്. Similarly, the next question is the stress based on actual area of cross section. Okay, based on actual area, stress based on actual area. Okay, നമുക്കറിയാം ഇതെന്താ? നോമിനൽ സ്ട്രെസ് ആണ്. കൺഫ്യൂസ്ഡ് ആവരുത്, നോമിനൽ സ്ട്രെസ് ഉണ്ട്, നോർമൽ സ്ട്രെസ് ഉണ്ട്, അതിൽ കൺഫ്യൂസ്ഡ് ആവരുത്, നോമിനൽ സ്ട്രെസ് ആണ്. റൈറ്റ്. Similarly, which of the following is considered as true characteristic yield point for mild steel? നമ്മൾ ഓൾറെഡി പറഞ്ഞു, it is lower yield point. Okay, true characteristics അതാണ് തൊട്ടടുത്തേലും പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനും അത് തന്നെയാണ്. എന്താ? For mild steel, the lower yield point is more significant than upper yield point because strain is more at this point. It is less than upper yield point, or it is less affected by the shape of the section. Okay, so it is less affected by the shape of the section. അതുകൊണ്ടാണ് നമ്മൾ നോർമൽ yield പോയിന്റ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, so ഇതൊക്കെയാണ് ഒരു ജസ്റ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻസ്. In the next video we'll be dealing with a number of questions, so stay tuned and please watch the other videos as well. Okay, so if you like this video, please like, share and subscribe among your friends. So thank you.